ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ മാമൻ്റെ മക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാനുണ്ട്, എൻ്റെ അനിയനുണ്ട്, ഉമ്മക്ക് 2 ബ്രദേഴ്സാണ്. അപ്പം അതിൽ ഒരാളുടെ 2 മക്കളാണ് ഈ കാണുന്നത്. ഇതിൽ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, സ്വീറ്റ് വേൾഡ് ചോക്ലേറ്റിൻ്റെ ഷോപ്പാണ്. അപ്പം ഇവനെ കാണാൻ ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്നു. അതുപോലെ തന്നെ ഒരു മോന് വർക്ക് ചെയ്യുന്നത് കാർഗോയുടെ കമ്പനിയിലാണ്. ഇനി ഇവർ രണ്ടാളും ഇവിടുന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ഹത്തയിലോട്ടാണ്. ഹത്തയിൽ ഒരു മാമൻ്റെ മോനോട് ഒരു കഫ്റ്റീരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെയും കൂടെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാണ് ചോക്ലേറ്റിൻ്റെ ഷോപ്പ്. ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട് ഇവിടെ. പിന്നെ അറിയാമല്ലോ, ചോക്ലേറ്റിൻ്റെ ഷോപ്പിൽ കയറിയാൽ എന്തായാലും നമ്മൾ ചോക്ലേറ്റ് എടുത്ത് പോകും. മിനിമോളും കൂടെ ഉണ്ടായിരുന്നു. മോൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ നട്ട്സ്, കാര്യങ്ങൾ, ബിസ്ക്കറ്റ് എല്ലാം വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഷോപ്പിൻ്റെ പേര് സ്വീറ്റ് വേൾഡ് എന്നാണ്. ഇത് ഷാർജയിലാണ്. കറക്റ്റ് ലൊക്കേഷൻ എനിക്കറിയില്ല. അപ്പം ഇവിടെ കയറി കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തു. അപ്പോൾ ഇവിടെ ഷാർജയിൽ അടുത്തുള്ളവരൊക്കെ ഈ ഷോപ്പ് വന്നിട്ട് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലീസിനെ, അതുപോലെ തന്നെ ഏതെങ്കിലും റിലേഷൻസിനെയൊക്കെ, ഫ്രണ്ട്സിനെയൊക്കെ അവധി ദിവസങ്ങളിൽ കാണാൻ പോവാം. അതാണല്ലോ പ്രവാസികളുടെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ഇവിടുന്ന് നല്ലോണം ഹാപ്പി ആയിട്ടാണ് പോയത്. ഇവിടെ ഞങ്ങൾ തൊട്ടടുത്തൊരു കഫ്റ്റീരിയയിലൊക്കെ പോയിട്ട് ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം ഇവിടുന്ന് ഇറങ്ങി എൻ്റെ അനിയനും അതുപോലെ തന്നെ അനിയൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ കാറിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ രാത്രിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അനിയന് ലീവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ രാത്രി പോകുന്നത്. അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് മാമൻ്റെ മോനും എൻ്റെ അനിയനും ഞാനും മോളും അതുപോലെ തന്നെ അനിയൻ്റെ ഫ്രണ്ടും എല്ലാവരും കൂടി ഞങ്ങൾ ഹത്തയിലോട്ട് പോയി. ഇതാണ് ചോക്ലേറ്റ്സ്. ഇവിടുന്ന് കുറച്ചെടുത്തു. നല്ല അടിപൊളി ഫ്ലേവറുള്ളൊരു പിസ്ത ഫ്ലേവറിൻ്റെ ഒരു അടിപൊളി ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. എല്ലാവരും കൂടെ നിന്ന് കഴിച്ചു, കുറേ സംസാരിച്ചു. അതിന് ശേഷമാണ് ഇവിടുന്ന് ഇറങ്ങിയത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല രാത്രിയിലെ യാത്ര ഭയങ്കര രസമാണ്. അപ്പോൾ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നൊരു 1.25-2 മണിക്കൂറോളം യാത്രയുണ്ട് ഹത്തയിലോട്ട് പോകാൻ. അതുപോലെ തന്നെ ഞങ്ങൾ ഹത്തയിലുള്ള മാമൻ്റെ മോനോട് ഞങ്ങൾ വരുന്നതൊന്നും പറഞ്ഞിട്ടില്ല, സർപ്രൈസായിട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം എത്തി. അവൻ്റെ കഫ്റ്റീരിയയുടെ പേര് ഹിൽ ചില്ലീസ് എന്നാണ്. അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ ഏകദേശം ഒരു 1 മണി 2 മണി ആ ഒരു സമയമായിട്ടുണ്ട്. അവനക്ക് അവിടെ നൈറ്റ് ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോയത്. പക്ഷേ ഞങ്ങൾ നൈറ്റ് പോയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹത്ത ഡാമൊന്നും കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ ഞങ്ങളതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് അവനൊന്ന് കാണുക, അത്ര മാത്രമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവനെ കാണാൻ പറ്റി. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ബർഗറും നല്ല അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് നല്ല തണുപ്പായിരുന്നു. ക്ലൈമറ്റ് ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് അവിടെ കുറച്ചേരൊക്കെ നിന്നു. അപ്പോൾ ഇത് നല്ല അടിപൊളി ചിക്കൻ ബർഗർ, അതുപോലെ തന്നെ ചായ, മോൾക്കൊരു ജ്യൂസ്, ഒരു മൊജിറ്റോ ആണ് മോള് കഴിച്ചത്. അതുപോലെ തന്നെ അതിന് ശേഷം ഞങ്ങൾക്കൊരു മധുരമുള്ളൊരു ഇത് കൊടുന്നു. സ്വീറ്റ് റെസിപ്പി ആയിട്ടുള്ള ഒരു പാൻ കേക്കൊക്കെ, ചോക്ലേറ്റ് പിസ്ത ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള, അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ക്യാപ്പ് വെച്ചതാണ് മാമൻ്റെ മോന്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. കുറേ ഫോട്ടോസ്, കുറേ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. മോള് ഇവരുമായിട്ടൊക്കെ ഭയങ്കര കൂട്ടാണ് കേട്ടോ. അതുകൊണ്ട് മോള് നിർബന്ധമായിട്ടും ഇവരെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കാണാൻ വേണ്ടി പോയത്. ഒരുപാട് സന്തോഷമായി. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ കുറേയൊക്കെ നടന്ന് കണ്ടു. കാണാനൊന്നും അങ്ങനെയൊന്നുമില്ല. കുറേ ഇരിക്കാനുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ കുറേ സൈക്കിൾസൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ അതിന് ശേഷം അവിടെ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ കസ്റ്റമറൊക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ നേരം ഇരുന്ന് സംസാരിക്കാനും ഒക്കത്തിനും പറ്റി. അങ്ങനെ ഞങ്ങൾ ഏകദേശം പോകാനുള്ള സമയമായി തുടങ്ങി. നേരം വെളുക്കുമ്പോഴേക്കും ഓരോരുത്തർക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു. കുറേ നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റി കേട്ടോ. എത്ര സംസാരിച്ചിട്ടും അവിടുന്ന് തിരിച്ച് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പോയിട്ട് പോലും ഒരുപാട് കഴിഞ്ഞിട്ടാണ് മാമൻ്റെ മോനെ കാണുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു അവനെ കാണാൻ പറ്റിയതിൽ. കുറേ പ്രാവശ്യം പോകാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അവനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു. വീഡിയോ